രാഷ്ട്രീയ പകപോക്കലിനായി അഷ്റഫിനെ പ്രതി ചേർത്തത് 3 വർഗീയ കേസുകളിൽ. ഇതോടെ കേസുകൾക്ക് പിന്നാലെ അലഞ്ഞതിലൂടെ തളങ്കര തെരുവത്തെ മുഹമ്മദ് അഷ്റഫ് എന്ന അച്ചപ്പൊയിന് നഷ്ടമായത് 18 വർഷം. ഇതിനിടെ ഗൾഫിലുണ്ടായിരുന്ന ജോലിയും അഷ്റഫിന് നഷ്ടമായി. എല്ലാവരും ഒറ്റപ്പെടുത്തുന്നതിനിടയിലും ഏറെ ആശ്വാസം പകർന്നിരുന്നത് ഉപ്പയാണ്. സ്നേഹനിധിയായ ഉപ്പയുടെ മരണം ഏറെ തളർത്തിയതായി അഷ്റഫ് ഓർക്കുന്നു. തങ്ങളുടെ പാർട്ടിക്കാരനല്ലെന്ന ഒറ്റ കാരണത്താലാണ് മുഹമ്മദ് അഷ്റഫിനെ 3 വർഗീയ കേസുകളിൽ പ്രതി ചേർത്തത്. ബാബരി മസ്ജിദിന്റെ തകർച്ചയെ തുടർന്നുണ്ടായ അനിഷ്ട സംഭവങ്ങളുടെ പേരിലാണ് അഷ്റഫിനെതിരായ കേസുകളുടെ തുടക്കം. ഈ 3 കേസുകളിലും അഷ്റഫ് ഉൾപ്പെടെയുള്ളവർ നിരപരാധികളാണെന്ന് കണ്ടെത്തി കോടതി വെറുതെ വിട്ടു. നിരപരാധിയെന്ന് കണ്ടെത്തി കോടതി വിട്ടയക്കുമ്പോഴേക്കും അഷ്റഫിന്റെ ജീവിതം ദുരിതപൂർണമായിരുന്നു. കേസ് നടത്തിപ്പിന് വീട് വിറ്റ് കുടുംബത്തിന് ക്വാർട്ടേഴ്സിലേക്ക് താമസം മാറേണ്ടി വന്നു. ഗൾഫിൽ നിന്നും അവധിക്ക് നാട്ടിലെത്തിയപ്പോഴാണ് ബാബരി മസ്ജിദിന്റെ തകർച്ചയെ തുടർന്നുണ്ടായ അനിഷ്ട സംഭവങ്ങളുണ്ടായത്. ദീനാർ നഗറിലെ ഒരു ക്ഷേത്രം തീവച്ച കേസിലും കാസർഗോഡ് ട്രാഫിക്കിനടുത്തുള്ള പൂക്കട കത്തിച്ച കേസിലും തെരുവത്ത് കോളാർ പലചരക്ക് കട കത്തിച്ച കേസിലും അഷ്റഫിനെ പ്രതി ചേർത്തു. രാഷ്ട്രീയ വൈര്യം തീർക്കാൻ ചിലർ കേസിൽ കൊടുക്കുകയായിരുന്നു. രാഷ്ട്രീയ നേതാവിന്റെ നിർദ്ദേശപ്രകാരമാണ് വർഗീയ കേസുകളിൽ തന്റെ പേര് പോലീസിനോട് പറഞ്ഞതെന്ന് തീവെപ്പ് കേസുകളിലെ മുഖ്യസാക്ഷി അഷ്റഫിനോട് വെളിപ്പെടുത്തിയിരുന്നു. താൻ നിരപരാധിയെന്ന് ബോധ്യമുള്ള അയൽക്കാരിൽ ചിലർ തനിക്ക് അന്തിയുറങ്ങാൻ അവരുടെ ചായ്പിൽ സൗകര്യം നൽകിയിരുന്നു. നാട്ടുകാരിൽ ചിലർ നൽകിയ സ്നേഹവും അടുത്ത സുഹൃത്തുക്കൾ നൽകിയ പിന്തുണയുമാണ് കേസുകൾക്കിടയിൽ തകർന്നുപോയ തനിക്ക് ജീവിക്കാൻ ധൈര്യം പകർന്നെന്ന് അഷ്റഫ് നന്ദിയോടെ ഓർക്കുന്നു. തന്നെ കേസിൽ കുടുക്കിയവരോട് പരിഭവമില്ലെന്ന് അഷ്റഫ് പറഞ്ഞു. ഇനിയൊരു ചെറുപ്പക്കാരനെയും ഇത്തരത്തിൽ കള്ളക്കേസിൽ കൊടുക്കരുതെന്ന അഭ്യർത്ഥന മാത്രമാണുള്ളതെന്ന് പതറുന്ന ശബ്ദത്തോടെ അഷ്റഫ് കാസർഗോഡ് വാർത്തയോട് പറഞ്ഞു. കേസുകളെല്ലാം അവസാനിച്ച സന്തോഷത്തിൽ അഷ്റഫ് 18 വർഷത്തിന് ശേഷം വീണ്ടും ജീവിതത്തിന്റെ പച്ചപ്പ് തേടി ദുബൈയിലെത്തിയിരിക്കുകയാണ്. വിസിറ്റിംഗ് വിസയിലാണ് അഷ്റഫ് ഗൾഫിലേക്ക് വന്നത്. എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടായാൽ ഇവിടെ നല്ലൊരു ജോലി ഒത്തുകിട്ടുമെന്നും മെച്ചപ്പെട്ടൊരു ജീവിതം ഉണ്ടാക്കാൻ കഴിയുമെന്നും അഷ്റഫ് ഉറച്ചു വിശ്വസിക്കുന്നു. 3 സുഹൃത്തുക്കൾ ചേർന്നാണ് വിസയും ടിക്കറ്റ് നൽകി അഷ്റഫിനെ നാട്ടിൽ നിന്നും ദുബൈയിലേക്ക് അയച്ചത്.